യേശു കർത്താവിനെ പരീശന്മാർ, ശാസ്ത്രിമാർ പരീക്ഷിക്കുകയാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമാണോ? ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്യാവോ എന്ന് ചോദിക്കുകയാണ് സഭയിലെ വിശ്വാസി ഉപദേശിയോട്. പരീക്ഷയാണ്, യേശുവിനെ പരീക്ഷിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അത് കാരണം യേശു തിരിച്ചു ചോദിച്ചു. മോശ എന്ത് പറഞ്ഞു? ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചു. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടായി നിയമം തന്നത്. കാരണം നീയൊക്കെ അതുപോലുമില്ലാതെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തോന്നുമ്പോൾ കല്യാണം കഴിക്കും, തോന്നുമ്പോൾ ഉപേക്ഷിക്കും. അതിനൊരു ലീഗൽ ബേസ് വരാൻ വേണ്ടിയാണ് ഉപേക്ഷണ പത്രം എഴുതി കൊടുക്കാൻ പറഞ്ഞത്. ഉപേക്ഷിക്കപ്പെട്ടവൾക്ക് അന്തസ്സായിട്ട് എവിടെയെങ്കിലും ചെന്ന് കാണിക്കാം. എന്നിട്ട് കർത്താവ് പറഞ്ഞ ആദ്യം ഇങ്ങനെയല്ലായിരുന്നു, സ്നേഹം വിട്ടുപോയി. ഇവ നിയമത്തിൽ അങ്ങ് പ്രബലരായി, സ്നേഹമില്ലാതായി. അത് കൺഫേം ചെയ്യാണ് അടുത്തത്. ഒരു ധനവാൻ യേശുവിൻ്റെ വന്നു. ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ. അയാൾ വ്യഭിചാരം ചെയ്യുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, ചതിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കള്ളസാക്ഷ്യം പറയുന്നില്ല, അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നൊരു മനുഷ്യൻ. പക്ഷേ സ്നേഹത്തിലല്ല ചെയ്യുന്നത്. അത് കാരണം കർത്താവ് പറഞ്ഞു, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് കൊടുക്ക്, ദരിദ്രർക്ക് കൊടുക്കും. അവൻ പൈസയെക്കുറിച്ചാണ് ചിന്തിച്ചത്. ധനവാന്റെ ചിന്ത പൈസയെക്കുറിച്ചാണ്, അപ്പനമ്മയെ കുറിച്ചല്ല, ദൈവത്തെക്കുറിച്ചല്ല. അവനെ ഏറ്റവും കൂടുതൽ അതായിരുന്നു. ഈ രണ്ടിലും കർത്താവ് ശിഷ്യന്മാരോട് പറയാണ് മനുഷ്യർക്ക് അസാധ്യം. മത്തായിയുടെ സുവിശേഷം ഈ ഭാഗം തന്നെ പറയുന്നുണ്ട്, ഡൈവോഴ്സിന്റെ വിഷയം. അവിടെ കർത്താവ് പറയുന്നു, വരൻ ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഇത് ഗ്രഹിക്കുന്നില്ല. കുടുംബജീവിതം ഒരു വരവാണ്. യേശുവിനെ പിൻഗമിക്കുന്നത് വരവാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാലേ ഇത് സാധിക്കുകയുള്ളൂ. ശുദ്ധീകരണത്തിനുള്ള 6 കുടങ്ങളും വേലക്കാർ വക്കുവരെ കോരി നിറച്ചു. യേശു കർത്താവ് വീഞ്ഞാക്കി. ഇതും അത് തന്നെ, പ്രമാണത്തിൽ ചെയ്യാനുള്ള എല്ലാം ചെയ്യണം, പക്ഷേ സ്നേഹം ആഡ് ചെയ്യണം. സിമ്പിളായിട്ട് നമുക്ക് പറയാം, ലോ പ്ലസ് ലവ്, ലോ പ്ലസ് ജീസസ്. അതാണ് കൃപ.